ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 5, പേജ് നമ്പർ 663. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. പദാനുപദം. ഋഷിഭിഃ ഋഷികളാൽ, വിവിധൈഃ വിവിധങ്ങളായ, ഛന്ദോഭിഃ വേദമന്ത്രങ്ങൾ കൊണ്ടും, പൃഥക് പ്രത്യേകം, ബഹുധാ ബഹുപ്രകാരത്തിൽ, തഥാ അപ്രകാരം, വിനിശ്ചിതൈഃ സുനിശ്ചിതങ്ങളായ, ഹേതുമദ്ഭിഃ യുക്തിയുക്തങ്ങളായ, ബ്രഹ്മസൂത്രപദൈഃ ച ഏവ ബ്രഹ്മസൂത്രപദങ്ങളെക്കൊണ്ടും ഗീതം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വിവർത്തനം. പ്രവർത്തന മേഖലയെയും അതിൻ്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് വേദാന്ത സൂത്രത്തിൽ കാര്യകാരണസഹിതം ഇത് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. ഭാവാർത്ഥം. ഈ ജ്ഞാനം ഉപദേശിക്കുന്നതിനുള്ള സമുന്നതമായ ആധികാരികത പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനു തന്നെയാണുള്ളത്. എങ്കിലും സാധാരണ വഴക്കമനുസരിച്ച് പണ്ഡിതന്മാരും മറ്റു പ്രാമാണികരും എല്ലായ്പ്പോഴും ആധികാരികത്വമുള്ളവരെ പിന്തുടരാറുണ്ട്. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ദ്വൈതാദ്വൈത ഭാവങ്ങൾ വിവാദവിഷയമായതിനാൽ പ്രാമാണിക ഗ്രന്ഥമായ വേദാന്ത സൂത്രത്തെ മുൻനിർത്തിക്കൊണ്ട് കൃഷ്ണൻ ഈ വിഷയത്തെ പരാമർശിക്കുന്നു. പല മഹർഷിമാരുടെയും അഭിപ്രായമനുസരിച്ചാണിത് എന്ന് കൃഷ്ണൻ ആദ്യമേ തന്നെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് പുറമെ വേദാന്തസൂത്ര രചയിതാവായ വ്യാസദേവനും ഒരു ഋഷിവര്യനാണ്. വേദാന്തസൂത്രം ദ്വൈതഭാവത്തെപ്പറ്റി പൂർണ്ണമായി വിവരിച്ചിട്ടുണ്ട്. മറ്റൊരു മഹർഷിയാണ് വ്യാസദേവന്റെ പിതാവായ പരാശരൻ. മതാധിഷ്ഠിതങ്ങളായ തൻ്റെ കൃതികളിലൊരിടത്ത് അദ്ദേഹം പറയുന്നു: അഹം ത്വം ച തഥാന്യേ, ഞാനും നീയും മറ്റു വിവിധ ജീവികളും
എല്ലാം ഭൗതിക ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതീന്ദ്രിയ സത്തകളാണ് നമ്മുടെ കർമ്മഭേദങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടേതായ ത്രിഗുണങ്ങൾക്ക് വശപ്പെട്ടു പതിതരായി തീർന്നു. ചിലർ ഉത്കൃഷ്ട തലങ്ങളിലാണ്, ചിലർ താഴ്ന്ന തലങ്ങളിലും. രണ്ടും അജ്ഞാനത്താൽ നിലനിൽക്കുന്നു. എണ്ണമറ്റ ജീവിവർഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ പാതിത്യം പറ്റാത്ത പരമാത്മാവിനെ പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ ബാധിക്കുകയില്ല. ദിവ്യവുമാണിത്. വേദങ്ങളിൽ, വിശേഷിച്ച് കഠോപനിഷത്തിൽ ആത്മാവും പരമാത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പല മഹർഷികളും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രമുഖ സ്ഥാനം പരാശരനാണെന്ന് ഗണിക്കപ്പെടുന്നു. ഛന്ദോഭിഃ എന്ന പദം വിവിധ വൈദിക സാഹിത്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി, ഒരു യജുർവേദ ശാഖയായ തൈത്തരീയോപനിഷത്ത് പ്രകൃതി, ജീവാത്മാവ്, പരമപുരുഷൻ എന്നീ വിഷയങ്ങളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ കർമ്മരംഗമത്രേ ക്ഷേത്രം. ക്ഷേത്രജ്ഞരാകട്ടെ രണ്ട് തരത്തിലുണ്ട്: വ്യക്തിഗത ജീവസത്തയും പരമാത്മാവും. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് തൈത്തരീയോപനിഷത്ത് 2:9. ഭഗവത് ശക്തിയുടെ ഒരാവിഷ്കാരമാണ് അന്നമയമെന്നത്. അന്നത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവിതം. ഭൗതികതയിലുള്ള പരമപുരുഷ സാക്ഷാത്കാരമാണിത്. പിന്നെ പ്രാണമയം. അന്നമയ സാക്ഷാത്കാരത്തിനപ്പുറം നിരപേക്ഷ തത്വത്തെ ജീവലക്ഷണങ്ങളിൽ അഥവാ ജീവനുള്ള രൂപങ്ങളിൽ സാക്ഷാത്കരിക്കാം. ജ്ഞാനമയത്തിലാവുമ്പോൾ ജീവലക്ഷണങ്ങൾക്കപ്പുറം വിചാരം, വികാരം, ഇച്ഛ എന്നിവയുടെ സാക്ഷാത്കാരമായി. പിന്നെയുള്ളത് വിജ്ഞാനമയമെന്ന ബ്രഹ്മസാക്ഷാത്കാരം. ഇതിൽ മനസ്സും ജീവലക്ഷണങ്ങളും ജീവസത്തയിൽ നിന്ന് ഭിന്നങ്ങളായി അറിയപ്പെടുന്നു. സർവോത്കൃഷ്ടമായ അടുത്ത പടിയാണ് ആനന്ദമയം, പരമാനന്ദത്തിൻ്റെ സാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഇങ്ങനെ 5 ഘട്ടങ്ങളാണുള്ളത്. ഇവ ബ്രഹ്മപുച്ഛമെന്ന് പറയപ്പെടുന്നു. അന്നമയം, പ്രാണമയം, ജ്ഞാനമയം എന്നിവയിൽ പെടുന്നു ജീവജാലങ്ങളുടെ കർമ്മരംഗങ്ങളെല്ലാം. ഇവയ്ക്കതീതമാണ് ആനന്ദമയമെന്നറിയപ്പെടുന്ന പരമപുരുഷൻ. ആനന്ദമയോഭ്യാസാത് എന്ന് വേദാന്ത സൂത്രവും ഭഗവാനെ വിവരിക്കുന്നു. ഭഗവാൻ സ്വഭാവേന ആനന്ദപൂർണനാണ്. ആ അതീന്ദ്രിയാനന്ദം ആസ്വദിക്കാൻ വേണ്ടി അവിടുന്ന് വിജ്ഞാനമയനായും പ്രാണമയനായും അന്നമയനായും രൂപവിസ്തരണം കൈക്കൊള്ളുന്നു. കർമ്മക്ഷേത്രസ്ഥനായ ജീവസത്ത അനുഭോക്താവായാണറിയപ്പെടുന്നത്. അനുഭോക്താവിൽ നിന്ന് ഭിന്നനാണ് ആനന്ദമയൻ. ആനന്ദമയനെ സ്വയം സമർപ്പിക്കുന്നതിലൂടെ ആസ്വദിക്കുന്നതിന് തീരുമാനിച്ചാൽ ജീവാത്മാവിന് പരിപൂർണത ലഭിക്കും. സർവക്ഷേത്രങ്ങളുടെയും ജ്ഞാതാവായ ഭഗവാന്റെയും തദധീനനായ ക്ഷേത്രജ്ഞനായ ജീവാത്മാവിൻ്റെയും കർമ്മക്ഷേത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെയും യഥാർത്ഥ ചിത്രമാണിത്. വേദാന്ത സൂത്രത്തിലും ബ്രഹ്മസൂത്രത്തിലും ഈ സത്യം കണ്ടെത്താനാകും. കാര്യകാരണസഹിതം ഔചിത്യത്തോടെ രചിക്കപ്പെട്ടവയാണ് ബ്രഹ്മസൂത്രവാക്യങ്ങൾ. ന വിയതശ്രുതേഃ 2:3-2, നാത്മാശ്രുതേഃ 2:3-18, പരാതുതശ്രുതേഃ 2:3-40 എന്നിവ അവയിൽ ചിലതാണ്. ആദ്യ സൂത്രം കർമ്മക്ഷേത്രത്തെയും, രണ്ടാമത്തേത് ജീവാത്മാവിനെയും, മൂന്നാമത്തേത് വിവിധ ജീവഗണങ്ങളുടെ പരമലക്ഷ്യമായ സർവേശ്വരനെയും സംബന്ധിച്ചവയാണ്. ഹരേ കൃഷ്ണ.